രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ കാർഷിക ഇന്ത്യയുടെ ഹൃദയഭൂമിയായ പഞ്ചാബിൽ ചർച്ചയാകുക കർഷക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും. സംസ്ഥാനത്തെ 13 ലോക്സഭാ സീറ്റിൽ മത്സരത്തിന് കളമൊരുങ്ങുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷ്യം വെക്കുന്നതും കർഷക യുവ വോട്ടുകളാണ്. രാജ്യത്തിന്റെ ധാന്യപ്പുരയായിരുന്നു പഞ്ചാബ്. എന്നാൽ ഇന്ന് അത് പഴങ്കഥയായി മാറിയിരിക്കുന്നു. വില തകർച്ചയും വിളക്കുറവും കർഷകരെ കണ്ണീർ കുടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. അതിനു പിന്നാലെ നോട്ട് നിരോധനവും GSTയും കർഷകരുടെ നടുവൊടിച്ചു. ഗോതമ്പ് പാടങ്ങളിലെ കൊയ്ത്തുപാട്ടുകളുടെ ആഹ്ലാദാരവും കർഷകന്റെ കണ്ണീരിലേക്ക് വഴിമാറി. 16,606 കർഷകരാണ് 1.5 പതിറ്റാണ്ടിനിടെ പഞ്ചാബിൽ ജീവനൊടുക്കിയത്. വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുക, വിത്തിനും കീടനാശിനികളുടെയും വില കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊന്നും സർക്കാർ പരിഗണിച്ചിട്ടില്ല. വൻതുക കടമെടുത്ത് കൃഷി ഇറക്കുന്ന സാധാരണക്കാർക്ക് കൃഷിച്ചെലവ് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണുള്ളത്. ഗോതമ്പും ഉരുളക്കിഴങ്ങും ചോളവും കരിമ്പുമാണ് പഞ്ചാബിലെ പ്രധാന കാർഷിക വിളകൾ. അയൽരാജ്യമായ പാകിസ്ഥാനാണ് പ്രധാന വിപണി. എന്നാൽ തുടർച്ചയായ അതിർത്തി സംഘർഷങ്ങൾ പാക് വിപണി സാധ്യതകളെ വലിയ തോതിൽ ബാധിച്ചു. ആഭ്യന്തര വിപണിയിലെ വിലത്തകർച്ചയ്ക്കൊപ്പം അതിർത്തി സംഘർഷങ്ങളുണ്ടാക്കിയ അസ്വസ്ഥതകൾ കൂടി പഞ്ചാബിലെ കർഷകർക്ക് തിരിച്ചടിയായി. കാർഷിക മേഖലയിലെ മാന്ദ്യം തൊഴിൽ രംഗത്തും പ്രകടമാണ്. 16.8% പഞ്ചാബിലെ തൊഴിലില്ലായ്മ നിരക്ക്. ദേശീയ ശരാശരിയുടെ 11.6% മാത്രമാണ്. മയക്കുമരുന്നിന് അടിമകളാകുന്നവരിൽ കൂടുതലും തൊഴിൽരഹിതരായ യുവാക്കളാണ് എന്ന പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തൊഴിൽ രംഗത്തും കാർഷിക മേഖലയിലും ഉണ്ടാകുന്ന ഈ തിരിച്ചടി യുവാക്കളെയും കർഷകരെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഒരു കാർഷിക സംസ്ഥാനം എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും ഇത് തന്നെയാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അകാലിദൾ സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയും ഈ വിഭാഗങ്ങളുടെ അതൃപ്തിയുടെ ഫലമായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന ചർച്ചാ വിഷയം കാർഷിക പ്രശ്നങ്ങൾ തന്നെയാകും. അതുകൊണ്ട് തന്നെ കർഷകരെ ഒപ്പം നിർത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. മറ്റു പ്രധാന പാർട്ടികളായ അകാലിദളും ആം ആദ്മിയും കർഷകരെ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ചുരുക്കത്തിൽ കാർഷിക പ്രശ്നങ്ങൾ തന്നെയാകും പഞ്ചാബിൽ ഈ തെരഞ്ഞെടുപ്പിലും പ്രധാന പ്രചാരണ വിഷയം. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1.